ഗുരുവായൂർ നഗരസഭയിൽ കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി പ്രകാരം നിർമ്മിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ് കെട്ടിടത്തിന് മുകളിൽ ഹെലിപ്പാഡ് നഗരസഭ നിർമ്മിക്കുന്നു എന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രം മാത്രമെന്ന് BJP കൗൺസിലർ. കേന്ദ്ര ഫണ്ട് അടിച്ചുമാറ്റാനും ഈ തന്ത്രം നടപ്പാക്കുന്നുവെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. വടക്കേ നടയിലുള്ള പാർക്കിംഗ് കെട്ടിടത്തിൽ ഇപ്പോൾ പാർക്കിംഗ് ഒന്നും നടക്കുന്നില്ല. ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലൈൻ ബസ്സുകൾ മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യപ്പെടുന്നത്. പലർക്കും നടത്തിപ്പിനായി നൽകിയെങ്കിലും എല്ലാം നഷ്ടത്തിലാണ്. അതിന് പരിഹാരം കാണാതെയാണ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്ന് കൗൺസിലിൽ വെച്ചത് DPR പോലും ഇല്ലാണ്ട് അടിയന്തരമായിട്ട് ഇത് പാസ്സാക്കാൻ പുറപ്പെട്ടത് ഒരു ഇലക്ഷൻ സ്റ്റാൻഡാണ്. ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഹെലിപ്പാഡ് വരുന്നു എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വരും ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു DPR തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൗൺസിലിൽ അത് വെച്ചില്ല? പിന്നെ ഇതിൽ കുറേ ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ ഒരു പരിഹരിക്കാതെ ഇന്ന് കൗൺസിൽ യോഗത്തിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ള ഒറ്റതുകൊണ്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. എന്താണോ പാസ്സാക്കാൻ പോണ ആ കാര്യം പോലും കൗൺസിലിൽ വെക്കാതെ ധൃതി പിടിച്ചിട്ട് ഇത് ഇലക്ഷൻ വരികയാണ്, അപ്പോൾ ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു ഹെലിപ്പാഡ് ഇവിടെ വരുന്നുണ്ടെന്നൊരു പ്രതീതി ജനിപ്പിച്ച് വോട്ട് തേടാനുള്ള ഒരു തന്ത്രം മാത്രമാണ് ഇത് എന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൻ്റെ മുകളിലായിട്ട് ഹെലിപാഡ് കൊണ്ടുവരാനുള്ള നഗരസഭയുടെ നീക്കം അല്പം സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു. കാരണം DPR കൗൺസിലർമാർക്ക് കാണിക്കാതെ, കൗൺസിലർമാരുടെ സംശയങ്ങൾ ദൂരീകരിക്കാതെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത് ഒപ്പിട്ട് കൊടുക്കണം എന്ന നിർദ്ദേശം വന്നപ്പോൾ അതിനനുകൂലിച്ച് നിൽക്കാൻ നഗരസഭയിലെ UDF കൗൺസിലർമാർക്ക് സാധിക്കില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രവിദ്യയായിട്ടാണ് ഇവർ ഈ ഹെലിപാഡിൻ്റെ നിർമ്മാണത്തെ ഉപയോഗിക്കുന്നത്. വേണ്ടത്ര പഠനം നടത്താതെ കേന്ദ്ര ഫണ്ട് തട്ടിയെടുക്കാനുള്ള നീക്കമാണ് നഗരസഭ നടത്തുന്നത് എന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഹെലിപാഡ് കൊണ്ടുവരണം എന്നുള്ളൊരാശയം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള ഒരു ഫണ്ട് കിട്ടാനുള്ളൊരു മാർഗമായിട്ട് മാത്രം ഇതിനെ കാണാതെ അതുമായി ബന്ധപ്പെട്ട് ഒരു DPR ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നഗരസഭ പറയുന്നത്. പക്ഷെ നമുക്ക് ആർക്കും അത് തന്നിട്ടില്ല. നമ്മളത് അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ട്. ഒരു ഹെലിപാഡ് കൊണ്ടുവരുമ്പോൾ ബേസിക് ആയിട്ടുള്ള വേണ്ടത് ആ ഒരു ബിൽഡിങ്ങിന് ആ സ്ട്രെങ്ത് ഉണ്ടോ, ആ ഏരിയയിലുള്ള വീട്ടുകാർക്കും ആ ഏരിയയിലുള്ള സ്ഥാപനങ്ങൾക്കും. തൊട്ടടുത്താണ് നമ്മുടെ പാർത്ഥസാരഥി അമ്പലം വരുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു ആശങ്ക വരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു ഹെലിപാഡ് എന്ന ആശയത്തെ ഞങ്ങൾ ഒരിക്കലും എതിർക്കില്ല. കാരണം അത് വളരെയധികം നമുക്ക് ഗുരുവായൂരിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് അക്വയർ ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ വെറുതെ ഒരു തട്ടിക്കൂട്ട് DPR ഉണ്ടാക്കി വെച്ചു. എന്നാൽ നഗരസഭ ചെയർമാൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ജനം, ഗുരുവായൂർ.